ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം 37 വാക്യം. അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചെരുവിന് സമീപമെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. തൻ്റെ ശിഷ്യഗണം വളരെ സന്തോഷത്തോടെ അവർ കണ്ട, അവർ അനുഭവിച്ച ആ ക്രിസ്തുവിനെ, അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ആ അത്ഭുത പ്രവൃത്തികളെപ്പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. നമുക്കറിയാം, കർത്താവ് ഒരിക്കലും ഇതിനു മുൻപ് അവനെ പരസ്യമായി സ്തുതിക്കുവാനോ മഹത്വപ്പെടുത്തുവാനോ അവരെ അനുവദിച്ചിരുന്നില്ല. നമ്മളത് ഇതിനു മുൻപുള്ള പല ഭാഗങ്ങളിലും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 5 അധ്യായത്തിൽ മുഴുവനും കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ വന്ന് യേശുവിനെ കണ്ട് കവിണ്ണു വീണ് തന്നോട് അവിടത്തേക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കർത്താവെ, എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് ആ പാവം ആവശ്യപ്പെട്ട പ്രകാരം ക്രിസ്തു അവന് സൗഖ്യം നൽകുന്നുണ്ട്. എന്നാൽ ആ സമയം അവനോട് പറയുന്നുണ്ട്, നീ ഇതാരോടും പറയരുത് എന്ന്. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 8 അധ്യായത്തിൽ സുനഗോഗ് അധികാരിയായിരുന്ന യായിറോസിൻ്റെ മകൾ മരിക്കുകയും എന്നാൽ താൻ എല്ലാവരെയും പുറത്താക്കിയിട്ട് അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് ബാലികയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവളുടെ ആത്മാവിനെ അവളിലേക്ക് തിരിച്ച് കൊണ്ടുവരികയും ചെയ്തപ്പോൾ അവിടെ സംഭവിച്ച കാര്യം ആരോടും പറയരുതെന്ന് അവിടെയും അവൻ അവരെ നിഷ്കർഷിക്കുന്നുണ്ട്. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 9 അധ്യായത്തിൽ ഞാൻ ആരാകുന്നു എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയും ശമവോൻ കീപ്പ വിശുദ്ധ പത്രോസ്ലീഹ ഉത്തരമായിട്ട് അങ്ങ് ദൈവത്തിൻ്റെ മെശിഹ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ അവിടെയും അവൻ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളിത് ആരോടും പറയരുത് എന്ന്. ഇവിടെയെല്ലാം അവരെ വിലക്കുന്ന കർത്താവ് എന്നാൽ തൻ്റെ അവസാനത്തെ ഒരാഴ്ചയിലേക്ക്, തൻ്റെ യെരുശലേമിലേക്കുള്ള ആ പ്രവേശനത്തിൻ്റെ ദിവസത്തിൽ താൻ 3.5 വർഷം ഈ ലോകത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തുകയും അനേകം ആളുകൾക്ക് സൗഖ്യം നൽകുകയും ചെയ്ത് തൻ്റെ ആ പരസ്യ ശുശ്രൂഷയുടെ അവസാനത്തിലേക്ക് താൻ കടന്നു വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ക്രിസ്തു ഈ ദിവസം ആ ജനത്തെ അവൻ തടയുന്നില്ല. നമുക്കറിയാം, നല്ലൊരു പങ്കും അവൻ്റെ ആരാധകർ ഇത് തങ്ങൾ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണെന്ന് കരുതുകയാണ്. യേശു ജെറുസലേമിലേക്ക് പോകുമെന്നും അവൻ റോമാക്കാരെ പുറത്താക്കുമെന്നും യഹൂദന്മാർക്ക് അവരുടെ രാഷ്ട്രം വീണ്ടും ഉണ്ടാകുമെന്നും ഒരുപക്ഷെ അവരിൽ ഒരുപാട് പേർ ചിന്തിച്ചിട്ടുണ്ടാകാം. അവനെ അടുത്തറിയുന്ന അവൻ്റെ ശിഷ്യഗണത്തിന് മാത്രമാണ് അവൻ യെരുശലേമിലേക്ക് പോയി അവിടെ കൊല്ലപ്പെടും എന്നുള്ള അവൻ്റെ പ്രവചനം അവർക്ക് അറിയുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും ഉണ്ടാകട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ 118 അധ്യായം 26 വാക്യത്തിൽ പാടിയ പോലെ അവരെല്ലാവരും അത്യുച്ചത്തിൽ അതാർത്ത് പാടുകയാണ്. ദൈവമേ, ആ ഒരു ദിവസം ആ ഒലിവുമലയുടെ ഇറക്കത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിലും കർത്താവെ, ഇന്ന് ഞങ്ങൾ 2000 വർഷങ്ങൾക്ക് ശേഷം ആ ഒലിവുമലയുടെ ഇറക്കത്തിൽ നിന്നെ സ്തുതിച്ച, നിന്നെ ആരാധിച്ച അനേകം വൃന്ദം ജനങ്ങളോടുകൂടി ഞങ്ങളും നിൻ്റെ ഓരോ ആരാധനകളിലും നിൻ്റെ ഓരോ ബലികളിലും നിൻ്റെ ദേവാലയത്തിൽ വന്ന് നിന്നെ സ്തുതിക്കുവാനും നിന്നെ ആരാധിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും കർത്താവെ, ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.